പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്താൽ അത് സ്ത്രീകൾക്ക് എന്തോ ഗുണം ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ഞാനൊരു 30 സെക്കൻഡ് എടുത്ത് അതിൻ്റെ ഒരു ഇതും കൂടെ പറയാം. ഞാൻ ഇന്നലെ പല ചാനലിലും റേസ് ചെയ്തതാണ്. ഉമ്മൻചാണ്ടി സാർ കേരളം കണ്ട ഏറ്റവും ജനകീയനായ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഇഷ്ടമുള്ള മനുഷ്യനാണ്. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണ് എന്ന് കോടതി വരെ പറയുകയുണ്ടായി. കേസെടുത്തോ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണ് ആ സ്ത്രീ കൊടുത്തതെന്ന് പോലീസ് തെളിയിച്ചല്ലോ. നിവിൻ പോളി നമ്മുടെ കേരളത്തിലായിരുന്നല്ലോ. കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് ദുബായിൽ റേപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. ഡിജിറ്റൽ റേപ്പ് എന്നൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ജിപേ വഴി റേപ്പ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റൂല്ലോ. നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത ആ കുട്ടിക്കെതിരെ കേസെടുത്തു. അതെന്താ ഇല്ലാത്ത? അതായത് നാളെ യദുജിക്കെതിരെയോ രാഹുൽ ഈശ്വറിനെതിരെയോ ABCD ആർക്കെതിരെ ആവട്ടെ, നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്ന് അത് വ്യാജമാണെന്ന് പോലീസും കോടതിയും കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യാജ പരാതി കൊടുത്ത ആൾക്ക് നിയമ സംവിധാനത്തെ മിസ്യൂസ് ചെയ്യുന്നതിനെയും എന്നെ ഡിഫെയിം ചെയ്യുന്നതിൻ്റെയും എനിക്കുണ്ടായ ഹരാസ്മെന്റിന്റെയും പേര് കേസെടുക്കണ്ടേ? മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാത്ത നമ്മുടെ നാട് ഈ സാധാരണ ആണുങ്ങൾക്ക് നീതി തരുമോ? നിവിൻ പോളി എന്ന യുവതാരങ്ങളിലെ ഏറ്റവും പ്രമുഖ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാത്ത നീതി നമുക്ക് ആർക്കെങ്കിലും കിട്ടുമോ? നമ്മുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. ഈ വേറെ ചാനലിന്റെ പേര് പറയുന്നത് കുഴപ്പമില്ലെങ്കിൽ ഞാൻ പറയാം. ഫ്ലവേഴ്സ് ന്യൂസ് 24 ഞാനും വീണ ഇന്നലെ ഇരുന്നു. ഞാൻ വീണയുടെ കാല് പിടിക്കുകയോ വീണയെ അത്ര എന്താ പറയണേ നിർബന്ധമായി പറയുകയും ചെയ്തു. വെറുതെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത സരിതയ്ക്കെതിരെ ഒരു പരാതി എടുക്കണമെന്ന് വെറുതെ പറയാൻ, ചുമ്മാ വെറുതെ പറച്ചില്ലെങ്കിലും പറയാൻ. പെട്ടെന്ന് വീണ ഉരുണ്ട് കളിച്ച് പത്തനംതിട്ടയെ 60 പേരൊരു കുട്ടിയെ പീഡിപ്പിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ വിഷമമാണ്, സത്യം, അതൊക്കെ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചത് വ്യാജ പരാതി കൊടുക്കുന്ന ഒരാൾക്കെതിരെ കേസ് വേണ്ടതെന്നാണ്. അങ്ങനെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇല്ല. നമ്മൾ ആണുങ്ങൾ പെട്ടുപോകും.